ഹലോ, ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ പാർട്ട് 5 വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ചില ഇമ്പോർട്ടൻ്റ് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ഏകദേശം 7ഓളം ഫംഗ്ഷൻസ് പഠിക്കാനുണ്ട്. അതെന്ത് ചെയ്യുക, ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം, കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇത് ഓർമ്മ വേണം. നിങ്ങളുടെ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ കാണാൻ പഠിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഫംഗ്ഷൻസും ഇങ്ങനെ എന്താ ഇന്റഗ്രൽ e റൈസ് ടു എസ് ടി എഫ് ഓഫ് ടി ഡി ടി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ടി വരും, എഴുതി പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് ഓരോ ഫംഗ്ഷനായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞുതരാം. അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കണം. പിന്നെ ഇതിന് എക്സാമ്പിൾ പറയുന്നുണ്ട്. എല്ലാത്തിനും എക്സാമ്പിൾ പറയൂല, ചിലതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞെങ്കിലേ മനസ്സിലാവുള്ളൂ. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അവിടെ കൂട്ടത്തിൽ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. ഇനി ഇത് മാത്രമല്ല, ഇന്ന് 2 കാര്യങ്ങളാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമും, രണ്ടാമത്തെ കാര്യം എന്താ ലീനിയാരിറ്റി പ്രോപ്പർട്ടി. ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഇത് സെറ്റ് ആക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ കാര്യമാണ് എന്ത്, എൽ ഓഫ് 1. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ എസ് ആണ്. നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്ത ക്വസ്റ്റ്യൻ അതാണ്. രണ്ടാമത്തെ കാര്യം എൽ ഓഫ് ടി റൈസ് ടു എൻ. ഇവിടെ ടീൻ്റെ പവർ ആയിട്ട് ഒരു എൻ എന്ന് പറഞ്ഞാൽ 1 2 3 n ഈക്വൽ ടു 1 2 3 എക്സെട്ര. ഇതിൽ ഏത് വേണമെങ്കിൽ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ടി റൈസ് ടു എൻ ആണ് നമ്മളെ ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് റൈസ് ടു എൻ പ്ലസ് 1 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എൽ ഓഫ് ടി റൈസ് ടു 4 ആണെന്ന് വിചാരിച്ചു. ടി റൈസ് ടു 4ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. എൻ ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ ഇവിടെ 4 ഫാക്ടോറിയൽ, ഇവിടെ എൻ ഈക്വൽ ടു എന്താണ്, 4 ആണ്. ടീന്റെ പവർ ഏതാണോ അതാണ് എൻ. അപ്പൊ ഇതിന്റെ ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ ആണ്. ഡിവൈഡഡ് ബൈ എസ് റൈസ് ടു 4 പ്ലസ് 1. എന്നിനോട് കൂടി 1 കൂട്ടുക. അപ്പോഴുള്ള പവർ ഏതാണോ ഇതിനോട് കൂടി 1 കൂട്ടുക. എന്താ ഈ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഒരു ആശ്ചര്യചിഹ്നം ഉണ്ട് അവിടെ. ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ ഒരു സംഖ്യന്റെ തൊട്ടു മുമ്പുള്ള എല്ലാ സംഖ്യകളും 0 വരെയുള്ള എല്ലാ സംഖ്യകളും ഇതിനോട് ഗുണിക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് 4 ഫാക്ടോറിയലിന് എടുത്ത് നോക്കാം. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, 4 × 3 × 2 × 1 ആണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 4 ഫാക്ടോറിയൽ കിട്ടും. ഇത് എത്ര വരിക, 4 × 3 എന്ന് പറഞ്ഞാൽ 12 ആണ്. 12 × 2 എന്ന് പറഞ്ഞാൽ എന്താണ്, 24 വരും. ഓക്കെ, അപ്പോൾ എത്ര വരെ 4 ഫാക്ടോറിയൽ ആണ്, 24. ഇനി 5 ഫാക്ടോറിയൽ ആണെന്നുണ്ടെങ്കിലോ, 5 ഫാക്ടോറിയൽ ആണെന്നുണ്ടെങ്കിൽ 5 × 4 × 3 × 2 × 1 ഇങ്ങനെ വരും. സംഭവം അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. അപ്പൊ 4 ഫാക്ടോറിയൽ നമുക്ക് എന്ത് കിട്ടി, 24 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ എസ് റൈസ് ടു 4 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 4നോട് 1 കൂട്ടിയാൽ 5, എസ് റൈസ് ടു 5. ഇതാണ് ഇതിന്റെ ഉത്തരം വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, രണ്ടാമത്തെ ഫംഗ്ഷൻ സെറ്റ്. ഇനി മൂന്നാമത്തത് എൽ ഓഫ് ഇ റൈസ് ടു എ ടി. ഈ എക്ക് പകരം നമുക്ക് എന്തെങ്കിലും നമ്പർ തരും. എ ഈക്വൽ ടു 3 ആണെന്നുണ്ടെങ്കിൽ ഇ റൈസ് ടു 3t വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് എ ആണ്. ഈ എക്ക് പകരം 3 കൊടുക്കാം. ഇവിടെ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എക്ക് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. എക്ക് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ 2 നെഗറ്റീവ് വരും. ഓക്കെ, ഇവിടെ -3. ഫോർ എക്സാമ്പിൾ ആയിട്ട് എ ഈക്വൽ ടു -3 ആണെന്ന് വിചാരിച്ചോ. അപ്പൊ ഇക്വേഷനിൽ ഓൾറെഡി നെഗറ്റീവ് ഉണ്ട്. എന്റെ വാല്യൂ -3 ആകുമ്പോൾ -1 കൂടിയിട്ട് പോസിറ്റീവ് ആയിട്ട് മാറും. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ മാറിപ്പോതൊക്കെ വേണ്ടി ഇങ്ങനെ ആലോചിച്ചാൽ മതി. എന്റെ സൈൻ ഇവിടെ ഏതാണ്, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആൻസറിൽ വരാം. അപ്പൊ ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യാം, അതേമാതിരി പഠിച്ചൊക്കെ ആവശ്യം വരും. നാലാമത്തത് എൽ ഓഫ് സൈൻ കെ ടി. ഈ എൽ ഓഫ് സൈൻ കെ ടിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ കെ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ആണ്. എന്തോന്നാ, കെ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ. ഇവിടെ കെന്റെ വാല്യൂ അതേപോലെ തന്നെയാണ്. നമ്മൾ എൻ പറഞ്ഞ പോലെ എ പറഞ്ഞ പോലെ കെന്റെ വാല്യൂ എന്താണ്, 1 2 3 ഏത് വേണമെങ്കിൽ വരാം, നെഗറ്റീവും ആകാം. അപ്പൊ എൽ ഓഫ് കെ എന്ന് പറഞ്ഞാൽ 2 ഇപ്പോ കെ എന്ന് പറഞ്ഞാൽ 2 ആണ് വിചാരിച്ചോ. അപ്പൊ സൈൻ 2t എന്നാണെങ്കിൽ 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. 2ന്റെ സ്ക്വയർ 4 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. നമ്മൾ സാധാരണ ഇതിൽ 2 സ്ക്വയർ ഇതിന്റെ ഒരു സ്ക്വയർ ആയിട്ടാണ് ഇതിൽ. അതേപോലെ തന്നെ എൽ ഓഫ് കോസ് കെ ടി. സൈഡും കോസും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ കെ മാറ്റിയിട്ട് ഇവിടെ എസ് ആക്കി, അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ. വേറെ ഒന്നുണ്ട് എൽ ഓഫ് സൈൻ എച്ച് കെ ടി. ഇത് എച്ച് ആണ്, എച്ച് കെ ടി. ഒരു എച്ച് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ നമ്മൾ സൈൻ കെ ടി, എച്ച് ഇല്ലാത്ത സൈൻ കെ ടിന്റെ നേരെ ഈ പോസിറ്റീവ് മാറ്റിയിട്ട് ഇവിടെ എന്ത് നെഗറ്റീവ് ഇട്ട് കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ്, ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു 4 നമുക്ക് പഠിച്ചാൽ പറ്റും. എച്ച് കെ ടി എന്നാൽ കെ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ആണ്. എൽ ഓഫ് കോസ് എച്ച് കെ ടി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസർ വരുന്നത് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ആണ്. ഇപ്പൊ ഇത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കാണാൻ പഠിച്ചേക്കുക, ആവശ്യം വരും. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ ആവശ്യം വരും. ഇപ്പൊ നിങ്ങൾക്ക് ഇത് എന്തിനാണ് പഠിച്ചതെന്ന് മനസ്സിലാവൂല. മനസ്സിലാണെങ്കിൽ
കുഴപ്പമില്ല, മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി വേറൊരു കാര്യം പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇമ്പോർട്ടന്റ് ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് പഠിച്ചത്. ഇനി ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് പഠിക്കാനുള്ളത്. സിമ്പിൾ ആണ്, ഇതൊന്ന് റബ്ബ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. അടുത്തത് ലീനിയാരിറ്റി പ്രോപ്പർട്ടി. ഹെഡിങ് കൊടുത്തോളി, ലീനിയാരിറ്റി പ്രോപ്പർട്ടി. ലീനിയാരിറ്റി പ്രോപ്പർട്ടി പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഒന്ന്, L of f of t, sorry, L of alpha into f of t plus beta into g of t. പ്ലസ് മാത്രമല്ല പ്ലസ് ഓർ മൈനസ് ഉണ്ട്. L of alpha into f of t plus or minus beta into g of t. ഇങ്ങനെയാണ് നമ്മളെ ഫംഗ്ഷന് എങ്കിൽ ഈ ആൽഫനും ബീറ്റിനും എന്ത് ചെയ്യുക, പുറത്തേക്ക് എഴുതിയിരിക്കുക. എന്നിട്ട് ഇവിടെ ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാം, ഇവിടെ ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാം. പണിയൊന്നുമില്ലല്ലോ. അതായത് ആൽഫ ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി പ്ലസ് ഓർ മൈനസ് ബീറ്റ ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി. പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് നിയമം, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, പ്ലസ് ഓർ മൈനസ്, പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലൊക്കെ. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഈ ഇതും കൂടെ ഒന്ന് എഴുതി വെച്ചാളി. വേർ ആൽഫ ആൻഡ് ബീറ്റ ആർ കോൺസ്റ്റന്റ്. ആരെങ്കിലും ഒക്കെ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ആൽഫയും ബീറ്റയും കോൺസ്റ്റന്റ് ആണ് കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇതൊക്കെയാ എക്സാമ്പിൾ. എൽ ഓഫ് 1 പ്ലസ് 5t. ഇവിടെ ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യണം, ഇവിടെ ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യണം. വിച്ച് ഈസ് ഈക്വൽ ടു എൽ ഓഫ് 1 പ്ലസ് 5 ഇൻറ്റു എൽ ഓഫ് ടി. കണ്ടോ, ഈ കോൺസ്റ്റന്റിനെ പുറത്താക്കി. കോൺസ്റ്റന്റ് പറഞ്ഞാൽ എന്തെങ്കിലും നമ്പർ, ഇതിനെന്ത് ചെയ്തു, പുറത്താക്കി. എന്നിട്ട് ഇവിടെ ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്തു. ഇവിടെ ശരിക്കും 1 ഉണ്ട്, 1 എഴുതിയില്ലാച്ചും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ എൽ ഓഫ് 1 എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം 1 ഡിവൈഡഡ് ബൈ എസ് ആണ്, നമ്മൾ കാണാൻ പഠിച്ചതാണ്. പിന്നെ പ്ലസ് 5 ഇൻറ്റു എൽ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ പവർ ടീന്റെ പവർ 1 ആണ്. ഏതെങ്കിലും ടീക്ക് എന്ത് ചെയ്യും, പവർ വന്ന് എങ്ങനെയൊക്കെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം. ടി റൈസ് ടു എന്നിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് റൈസ് ടു n പ്ലസ് 1 ആണ്. അതായത് ഇവിടെ എന്നിന് പകരം 1 ആയതുകൊണ്ട് തന്നെ എൽ ഓഫ് ടി റൈസ് ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് റൈസ് ടു 1 പ്ലസ് 1 ആയിട്ട് മാറും. അപ്പൊ 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻറ്റു 1 തന്നെയാണ്. 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 തന്നെയാണ്. ഒന്നും കൂട്ടി എത്രയാണ്, 2 ആണ്. ഡിവൈഡഡ് ബൈ എസ് റൈസ് ടു 2. ഓക്കെ, ഞാൻ ഇവിടെ എൽ ഓഫ് ടി മാത്രം, ഈ സാധനം മാത്രമാണ് അവിടെ ചെയ്തത്. പക്ഷെ ഇതിനെ കണ്ടിട്ട് ഒരു ചൊർക്ക് പോലെ അല്ലേ, ഞാൻ ഒന്നുകൂടി ചൊർക്ക് കൂട്ടി എഴുതി തരാം. വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 5 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ. 4 ചൊർക്ക് പോരാ. ഞാൻ ഇവിടെ എസ് കൊണ്ട് ഗുണിക്കുകയാണ്, ഇവിടെ എസ് കൊണ്ട് ഗുണിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ, മുകളിലും താഴെ എസ് കൊണ്ട് ഗുണിച്ചു. 1 ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ അത്രയാണ്, 1 ഇൻറ്റു എസ് ഇസ് ഈക്വൽ ടു എസ് ആണ്. അടിയിൽ എസ് എസ് ഗുണിച്ചു കഴിഞ്ഞാൽ എസ് സ്ക്വയർ ആണ്. അതേപോലെ അതേമാതിരി അതിനൊന്നും കാട്ടണ്ട. പ്ലസ് 5 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ. ചെറിയ ക്ലാസ്സിൽ അടിയിലുള്ള ഈ 2 സാധനങ്ങൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ മുകളിലുള്ള സാധനം കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാന്ന് പഠിച്ചില്ലേ, ചെയ്തോളി. വിച്ച് ഈസ് ഈക്വൽ ടു എസ് പ്ലസ് 5 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ. അടിയിൽ ഒരാൾ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ. അപ്പൊ ഇതാണ് എന്ത് ചെയ്യുക, ഇതിന് ആൻസർ വരിക. ഇങ്ങനെയാണ് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യല്. ലീനിയാരിറ്റി പ്രോപ്പർട്ടി പഠിച്ചേക്കണം. അതേപോലെ തന്നെ ഇതിന്റെ കൂടെയുള്ള ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അങ്ങനെയുള്ള ഈ 2 കാര്യങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് ഇൻവേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ട്രാൻസ്ലേഷൻ തിയറി ഉണ്ട്, അതിന്റെ ഇൻവേഴ്സ് ഉണ്ട്. അങ്ങനെ കുറച്ച് ടോപ്പിക്കുകളൊക്കെ പഠിക്കാനുണ്ട്. അതിന്റെ മുമ്പ് എന്ത് ചെയ്യുക, ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കി വെക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.